ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ മൈൻക്രാഫ്റ്റില് ഞാൻ എൻ്റെ വേൾഡ് ആണ് അപ്പൊ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് അപ്പൊ എൻ്റെ ബേസ്. അപ്പൊ നിങ്ങൾ ആദ്യം എൻ്റെ ബേസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മൾ ടൂൾസും അങ്ങനത്തെ കാര്യങ്ങള ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്പെയർ ചെസ്റ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു സീക്രട്ട് പാത്ത് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇനി അത് വെക്കണം. അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യാൻ ഞാൻ അണ്ടർഗ്രൗണ്ടില് എന്ത് വെക്കണം. ഇതങ്ങനെ വെക്കും. പിന്നെ ഇതെന്റെ ഒരു ആർമർ സ്വിച്ചിങ് ഇതാണ്. പെട്ടെന്ന് എനിക്ക് ആർമർ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയും ഒരു ആർമർ പൊട്ടിപ്പോയാല്. പിന്നെ ഇതെന്റെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് റൂമാണ്. അപ്പോ ചെറിയൊരു സ്റ്റോറേജ് റൂമാണ്. പിന്നെ ഇത് എന്റെ ബെഡ്റൂം. എന്റെ ബെഡ്. പിന്നെ ഇതെന്റെ ഒരു ചെറിയ മൈനിങ് ഏരിയ. ഞാൻ വലിയതായിട്ട് മൈൻ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളെ ഞാൻ എൻ്റെ എല്ലാ ഫാംസും കാണിക്കുക. ഇതെന്റെ വൂൾ ഫാം. ഈ ഒരു ഒറ്റ ഷീപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ വൂള് മൊത്തം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു ഒറ്റ ഷീപ്പ് വെച്ചിട്ട് ഇത്രയും വൂള് ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ നിങ്ങളെ എൻ്റെ ക്യാരറ്റ് ഫാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്യാരറ്റ് ഫാം. ഇവിടെ ക്യാരറ്റ് വന്നിരിക്കും. പിന്നെ ഇതെന്റെ ഹോഴ്സിനെ വെക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്തുള്ള ഹോഴ്സ് എന്ത് ചെയ്യുന്നു. ഹോഴ്സിന്റെ ബേസില് ഞാനൊരു ഹോഴ്സ് ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ എന്റെ ഹോഴ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഷുഗർ കെയിൻ ഫാം. ഷുഗർ കെയിന് ഫാം. പിന്നെ എന്റെ ട്രേഡിംഗ് ഹാൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എന്റെ ട്രേഡിംഗ് ഹാള്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഫിനിഷ് ആക്കിയിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ്, പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതിനും വലിയത് നമ്മള് കുറെ നാള് ഞാൻ നന്നാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇതെന്റെ അയൺ ഫാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റോക്കറ്റ് ഫാം കാണിച്ചത്. അപ്പൊ ഇതാണ് എൻ്റെ അയൺ ഫാം. 2 ഗൺ പൗഡർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് പോപ്പീസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ ഈ ബോണും ഞാൻ ഇവിടെ നിന്ന് ഒപ്പിക്കുന്നതാണ്. 60 ബോണുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫാമിലേക്ക് പോവാം. ഇവിടുത്തെ ഫാമാണ്. അപ്പൊ ഇതെന്താന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു മെഗാ ബേസ് മാറ്റുന്നുണ്ട്. അപ്പൊ അത് വെറും സ്റ്റാർട്ടർ ബേസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. കുറച്ച് സ്പീക്കർ എടുത്തേക്കാം. അപ്പൊ ഇവിടെയാണ് എൻ്റെ ഗൺ പൗഡർ എല്ലാം വന്നിരിക്കുന്നത്. ഇപ്പൊ ഗൺ പൗഡർ എല്ലാം ലോ ആണ്.